ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ട വമ്പന്മാരാണ് നെതർലൻഡ്സ്. എന്നാൽ ഫിഫ റാങ്കിങ്ങിലെ 8ാം സ്ഥാനക്കാരെ 18ാം സ്ഥാനക്കാരായ ജപ്പാൻ സമനിലയിൽ തളച്ചിട്ടിരിക്കുന്നു. അതും വെറുമൊരു സമനിലയല്ല, നെതർലൻഡ്സിന്റെ നെഞ്ചിൽ തീ കോരിയിട്ട ഒന്നൊന്നര കുരുക്ക്. വമ്പന്മാരെ വിറപ്പിക്കുന്ന പതിവ് ഇത്തവണയും ബ്ലൂ സാമുറായികൾ തെറ്റിച്ചില്ല. കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ശ്രദ്ധിച്ചതാണ് ജപ്പാന്റെ ഈ ചെറുപ്പക്കാരുടെ വീര്യം. തങ്ങൾ നിസാരക്കാരില്ലെന്ന് അന്ന് തെളിയിച്ചവർ ഇന്ന് കൂടുതൽ കരുത്തരായി മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കറുത്ത കുതിരകളായി ലോകകപ്പിൽ കുതിച്ചുയരുമെന്ന് കരുതിയ നെതർലൻഡ്സിനെയാണ് ജപ്പാന്റെ ഈ പയ്യന്മാർ തന്ത്രപരമായി പൂട്ടിയിട്ടത്. മത്സരത്തിന്റെ ആദ്യ പകുതി തികച്ചും വിരസമായിരുന്നു. ഇരു ടീമുകൾക്കും കാര്യമായ മുന്നേറ്റങ്ങൾ നടത്താനായില്ല. തുടക്കത്തിൽ നെതർലൻഡ്സിന്റെ ഡോണിൽ മാലൻ നടത്തിയ ഒരു സുവർണ മുന്നേറ്റം ജപ്പാൻ ഗോൾ കീപ്പർ സിയോൺ സുസുക്കി മിന്നിംഗ് സേവിലൂടെ രക്ഷപ്പെടുത്തിയത് മാത്രമാണ് ആദ്യ പകുതിയിലെ ഏക ആവേശം. മിഡ്ഫീൽഡിൽ തക്കീഫുസ കുംബോ നിറം മങ്ങിയത് ജപ്പാന്റെ താളം തെറ്റിച്ചപ്പോൾ മറുഭാഗത്ത് നെതർലൻഡ്സും നിലവാരമില്ലാത്ത കളിയാണ് പുറത്തെടുത്തത്. അങ്ങനെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ കഥ മാറി. മത്സരത്തിൽ 2 തവണ ലീഡ് നേടിയിട്ടും ഓറഞ്ച് പടക്ക് ജപ്പാന്റെ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. ഈ 3 ലോകകപ്പുകളിലും തങ്ങളുടെ ആദ്യ മത്സരം തോറ്റിട്ടില്ലെന്ന ചരിത്രം ജപ്പാൻ ഇത്തവണയും കാത്തു സൂക്ഷിച്ചു. തോൽവി മുന്നിൽ കണ്ട നിമിഷങ്ങളിൽ നിന്നും കെയ്റ്റനോ നക്കാമുറ, ഡെയ്ച്ചി കമാഡ എന്നിവർ നേടിയ തകർപ്പൻ ഗോളുകളാണ് ജപ്പാന് 2-2 ആവേശ സമനില സമ്മാനിച്ചത്. നെതർലൻഡ്സിനായി വിർജിൻ വാൻ ഡേക്കും ക്രിസൻസിയോ സമ്മർവിലെയും വല ചലിപ്പിച്ചു. പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി ജപ്പാൻ വീണ്ടും അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ കിരീടമോഹവുമായി വന്ന ഓറഞ്ച് പടക്ക് ഇത് കനത്തൊരു മുന്നറിയിപ്പാണ്. വമ്പൻ സ്രാവുകൾ നിറഞ്ഞ കടലിൽ തങ്ങൾ തന്നെയല്ലേ രാജാക്കന്മാർ എന്ന് നെതർലൻഡ്സിന്റെ അഹങ്കാരത്തിനാണ് ജപ്പാന്റെ ഈ പയ്യന്മാർ ഇപ്പോൾ ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ജപ്പാനെ നേരിടാൻ നെതർലൻഡ്സ് അടക്കമുള്ള വമ്പന്മാർ തന്ത്രങ്ങൾ മാറ്റി എഴുതേണ്ടി വരുമെന്ന് ഉറപ്പാണ്.